അത് പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല. ആകെ ഒരൊറ്റ വിഷയമുള്ളൂ, സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും. അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കൈവിട്ടൊരു ഗവൺമെന്റ്, എല്ലാവരും കൈവിട്ടൊരു മുഖ്യമന്ത്രി. ഈ പറയുന്ന ടോട്ടലി ഹാൻഡിക്യാപ്ഡ് ആണ് ഈ ഗവൺമെന്റ്, ടോട്ടലി ഹാൻഡിക്യാപ്ഡ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ എവിടെയാണോ UDF ലീഡർഷിപ്പിനോട് മത്സരിക്കണം എന്ന് പറയുന്നിടത്ത് മത്സരിക്കും. ചേർത്തിപ്പോൾ ആർക്കും എന്ത് പറയാലോ. ഞാൻ എൻ്റെ നയം വ്യക്തമാക്കിയല്ലോ. 140 മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത്. ഈ 140 മണ്ഡലത്തിൽ UDF ലീഡർഷിപ്പ് അന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ക്യാമ്പയിനർ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും. അത് തർക്കമൊന്നുമില്ല. ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്. എൻ്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ്. ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും മരുമാനിസത്തെയും അവസാനിപ്പിക്കാൻ UDFിനോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ, നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല. അതിൽ എങ്ങനെയാണോ UDFന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. തോന്നിയിട്ടില്ല. ഇതിനൊക്കെ ഒരു എന്താ പറയുക, നല്ല മംഗളമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കണക്കാക്കി. ഒരിക്കലും അങ്ങനെ നിരാശ എന്ന് പറയുന്ന 2 വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഡയറിയിൽ, ഒന്ന് നന്ദികേട്, 2 നിരാശ. ഈ 2 വാക്കും എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. കാരണം നമ്മൾ ചെറിയൊരു ഉപകാരം ചെയ്ത് ഒരാൾ പിന്നെ അത് തിരിച്ചു ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നന്ദികേടാ കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കലും ആ വഴിക്ക് ചിന്തിക്കാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത്, നന്ദികേട് ആര് കാണിച്ചു പോയാലും നമ്മൾ ആരെങ്കിലും സഹായിക്കുകയോ മറ്റു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നന്ദികേട് എന്ന വാക്ക്, അതുപോലെ തന്നെ നിരാശ. എന്തിനാ നിരാശ? നിരാശപ്പെടുകയാണെങ്കിൽ അതിന് മാത്രമല്ലേ നമുക്കൊക്കെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് അത്തരത്തിലുള്ള നിരാശ ഉണ്ടായിട്ടില്ല. ആശ ഉണ്ടാവുമ്പോഴല്ലേ നിരാശ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശകളില്ല, വലിയ മോഹങ്ങളില്ല. ഈ പോകുന്ന പോലെയൊക്കെ പോവുക. നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ എപ്പോഴും ഭ്രാന്തായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം, നിരാശ എന്ന് പറയുന്നൊരു വാക്കാൽ ഉദിക്കുന്നില്ല. ആ വിഷയങ്ങളും തീർന്നല്ലോ. നമ്മൾ നിലപാടിൻ്റെ ഭാഗമായിട്ട് എടുത്തു പോകുന്നതാണ്. ഇന്നും ആ നിലപാടുകൾ അടിയുറച്ചു നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അത്തരത്തിൽ നമ്മൾ ഓരോ പാർട്ടിയെക്കുറിച്ചും ഇവിടെ അപഗ്രഥിക്കാൻ നിന്നാൽ അത് എന്താ പറയുക, നമുക്കത് എവിടെ എത്തില്ല. ഇവിടുത്തെ വിഷയം പിണറായിസമാണ്. ഇവിടുത്തെ രണ്ടാമത്തെ വിഷയം മരുമോനിസമാണ്. ഇത് രണ്ടുമാണ് കേരളത്തെ ഒരു ക്യാൻസർ പോലെ എന്താ പറയുക കടന്നാക്രമിച്ച് കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ മാറ്റി പിണറായി. കേരളത്തിലെ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചത് എവിടെയാ? എന്തുകൊണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ, അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ പലരും കോൺഗ്രസ് വിട്ട് ഞങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നത്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടല്ല. ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരാകാൻ കഴിഞ്ഞിട്ടില്ല. 2 കാര്യത്തിലായിരുന്നു നിന്നിരുന്നത്. ഒന്ന്, ഇടതുപക്ഷത്തിന്റെ മതേതര നിലപാട്. 2, സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ പാർട്ടി തൊഴിലാളി വർഗ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട എടുത്തു വന്നിരുന്ന നിലപാട്. അത് രണ്ടും പോയില്ലേ? തൊഴിലാളികളുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം? ഇവിടെ ആശാ വർക്കർമാരുടെ സമരം 7 മാസം നീണ്ടു നിന്നു. ആ സമരത്തിന്റെ ഒരു 100 രൂപ കൂട്ടി കൊടുക്കാനാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആ സമരത്തോടെടുത്ത നിലപാട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പിന്നുണ്ടായിരുന്നത് മതേതരത്വമാണ്. ഇതുപോലെ ഒരു രാത്രി കൊണ്ട് ഒരു മുന്നണിയുടെയും ഒരു പാർട്ടിയുടെയും ആശയം നേർവിപരീതമായി. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെയുള്ളവരെ തോളിലേറ്റിയാണ് നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ. കേരളത്തിൽ ആരെങ്കിലും അത് അംഗീകരിക്കുമോ? ഇവിടെ BJP അടക്കമുള്ള പാർട്ടികൾ ഈ പറയുന്ന വർഗീയത വിട്ടുകൊണ്ട് കേരളത്തിന്റെ എന്താ പറയുക ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്
പിണറായി വിജയൻ പച്ചയായ വർഗീയത ഇവിടെ പറയാൻ ചില ആളുകളെ തോളിലേറ്റി നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടിയൊന്നും ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ BDJS-നെ LDF-ന്റെ ഭാഗമാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അപ്പൊ എവിടെ എത്തി പിണറായി? അതുകൊണ്ടാ പറയുന്നത്, പിണറായിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇവിടുത്തെ തൊഴിലാളികളോ ഒന്നും വിഷയമല്ല. ആകെ ഒരൊറ്റ വിഷയമുള്ളൂ, സ്വന്തം മകളും മരുമകനും സ്വന്തം കുടുംബവും. അവിടെ ഒരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കൈവിട്ടൊരു ഗവൺമെന്റ്, എല്ലാവരും കൈവിട്ടൊരു മുഖ്യമന്ത്രി. ഈ പറയുന്ന ടോട്ടലി ഹാൻഡിക്യാപ്ഡ് ആണ്.